السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه وسلم تسليما كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. فقد قال النبي صلى الله عليه وسلم: من أحب أن يبسط له في رزقه فينسأ له في أثره فليصل رحمه، أو كما قال عليه الصلاة والسلام. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, അവന്റെ കൃപ കൊണ്ട്, ഔദാര്യം കൊണ്ട് പൂർണ്ണമായി പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിച്ചുകൂട്ടുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീത റജബ് മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ റമദാനിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി സൽക്കർമ്മങ്ങൾ കൂടുതലായി അനുഷ്ഠിക്കുവാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ നമസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. റജബ് മാസത്തിൽ സത്യവിശ്വാസികൾക്ക് കിട്ടിയ സമ്മാനമാണ് നമസ്കാരം. ആ നമസ്കാരത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ആയത്ത് സൂറത്തുർ റഅദിന്റെ 21ാമത്തെ ആയത്താണ്. ഇതിന്റെ ആശയം ഇപ്രകാരമാണ്: വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിയിണക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളെ ആര് കൂട്ടിയിണക്കുന്നുവോ, വയഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുകയും ചെയ്യുന്നുവോ, വയഖാഫൂന സൂഅൽ ഹിസാബ്, നാളെ ആഖിറത്തിൽ കടുത്ത വിചാരണയെ സംബന്ധിച്ച് പേടിക്കുകയും ചെയ്യുന്നുവോ, അവർ സ്വർഗീയ ആരാമങ്ങളിലായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അഥവാ അല്ലാഹു നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. കാരണം ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള കാരണം, റജബ് മാസത്തിൽ സത്യവിശ്വാസികൾ സൽക്കർമ്മങ്ങൾ കൂടുതലായി അനുഷ്ഠിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, ദിക്ർ ചെയ്യുന്നുണ്ട്, സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. സത്യവിശ്വാസികൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, മറ്റനേകം കർമ്മങ്ങളിൽ ബന്ധപ്പെടുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സൽക്കർമ്മം പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും, അല്ലേ?
നമ്മുടെ നമസ്കാരം അത് പൂർണ്ണമായി സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ദിക്റുകൾ, വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ, ചെറിയ തോതിലെങ്കിലും നമ്മൾ കൊടുക്കുന്ന സദഖകൾ, സകാത്തുകൾ, ഹജ്ജുകൾ, ഈ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ശ്രദ്ധിക്കണം. തുഅറദുൽ അഅമാലു അലല്ലാഹി തബാറക വതആല യൗമൽ ഖമീസി വയൗമൽ ഇസ്നൈൻ. അടിമകളുടെ ഈ മുഴുവൻ സൽപ്രവൃത്തികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമക്ഷത്തിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും പ്രദർശിപ്പിക്കപ്പെടും. നമ്മൾ നടത്തുന്ന നമസ്കാരങ്ങൾ, നമ്മൾ നടത്തുന്ന സദഖകൾ, സകാത്തുകൾ, ഇതെല്ലാം എല്ലാ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അല്ലാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടും. അല്ലാഹു അത് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കും, പടച്ചവന് തൃപ്തിപ്പെട്ടില്ല എങ്കിൽ അല്ലാഹു അത് നിരാകരിക്കും. സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, പടച്ചവൻ കബൂൽ ചെയ്യുമാറാകട്ടെ. എന്നാൽ നാം ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്ത ചില ആളുകളെ സംബന്ധിച്ച് ഈ ഹദീസിൽ അല്ലാഹു സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് റജബ് മാസത്തിൽ നമ്മൾ ഇത് ശ്രദ്ധിക്കണം. കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അല്ലാഹു സ്വീകരിക്കണ്ടേ? സ്വീകരിക്കണം. നമസ്കാരങ്ങളായിരുന്നാലും സദഖ സകാത്തുകളായിരുന്നാലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും റബ്ബിന്റെ സമക്ഷത്തിൽ സൽക്കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ബന്ധങ്ങൾ മുറിച്ച ആളുകളുടെ ഫയലുകൾ അല്ലാഹു തുറന്നു നോക്കില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തുറന്നു നോക്കില്ല. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ധാരാളം ബന്ധങ്ങളുണ്ട്. വ്യക്തിബന്ധങ്ങളുണ്ട്. വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ടതാണ് അയൽവക്ക ബന്ധം, കച്ചവട ഇടപാടുകൾ നടത്തുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, സത്യവിശ്വാസികളുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, വാപ്പയുടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾ, അകന്ന ബന്ധുക്കൾ, അതോടൊപ്പം വൈവാഹിക ബന്ധങ്ങൾ, ഭാര്യമാരുമായിട്ടുള്ള ബന്ധങ്ങൾ, എല്ലാറ്റിലും ഉപരി സാമുദായിക ബന്ധങ്ങൾ, ഇതര മതസ്ഥരുമായിട്ടുള്ള ബന്ധങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നബിതങ്ങൾ ഒരു പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ ആളുകൾ ആരും വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് റജബ് മാസത്തിൽ റമദാൻ എത്തിയിട്ട് നന്നാക്കാൻ നോക്കിയാൽ ഒരുപക്ഷെ തറാവീഹ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. നോമ്പ് കിട്ടൂല, 30 ദിവസത്തെ നോമ്പും പിടിച്ചിരിക്കും. പക്ഷേ ബന്ധങ്ങൾ മുറിച്ച് കഴിയുകയാണെങ്കിൽ എത്ര സുജൂദിൽ കിടന്നെന്ന് പറഞ്ഞാലും, എത്ര തഹജ്ജുദ് നമസ്കരിച്ചെന്ന് പറഞ്ഞാലും അല്ലാഹു അവന്റെ ഫയൽ തുറക്കില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമ്മുടെ വിഷയം. അനുഗ്രഹീത റജബ് മാസത്തിൽ റമദാനിന് വേണ്ടി തയ്യാറാകുമല്ലേ നമ്മൾ? തയ്യാറാകൽ നമസ്കാരത്തിലൂടെ ദിക്റിലൂടെ മാത്രമല്ല, എല്ലാ ബന്ധങ്ങളും തച്ച് തകർത്ത് നശിപ്പിച്ചു കളഞ്ഞ് ഒരു പരുഷ സ്വഭാവിയായി തീർന്ന് എല്ലാവരോടും കയർത്ത് സംസാരിച്ച് എല്ലാവരെയും വെറുപ്പിച്ച് എത്ര ഇബാദത്ത് ചെയ്തെന്ന് പറഞ്ഞാലും പടച്ചവൻ അത് വേണ്ട. അല്ലാഹു അത് തുറക്കൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു മുസ്ലിമിനും അനുവാദമില്ല തന്റെ സഹോദരനുമായി 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങിക്കഴിയൽ ഒരു മുസ്ലിമിനും അനുവാദമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ബന്ധവുമായിക്കൊള്ളട്ടെ, അത് റിലേഷൻ ആകണമെന്നില്ല, സ്വന്തം വാപ്പയുടെ കുടുംബത്തിൽപ്പെട്ട ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ആളാകണമെന്നൊന്നുമില്ല. ലാ യഹില്ലു ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും അനുവാദമില്ല അൻ യഹ്ജുറ അഖാഹു, അവന്റെ സഹോദരനുമായി പിണങ്ങിക്കഴിയൽ ഫൗക സലാസ് ലയാലിൻ, 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങിക്കഴിയൽ ഒരു മുസ്ലിമിനും അനുവാദമില്ല. നബിതങ്ങൾ പറയുകയാ, 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങിക്കഴിഞ്ഞ സന്ദർഭത്തിലാണ് ഫമാത, അവൻ മരണപ്പെട്ടതെങ്കിൽ ഫദഖല നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും, ഒരു സംശയവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കണം, ഈ റജബ് മാസമായി, കഴിഞ്ഞ റജബ് മുതൽ ഈ റജബ് മാസം വരെ
അതല്ലെങ്കിൽ 2025 കഴിഞ്ഞ് 2026 പ്രവേശിച്ച് സ്വന്തമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം. കഴിഞ്ഞ വർഷം എത്രത്തോളം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിച്ച്, എന്റെ ഉപ്പയുടെ ബന്ധുക്കളെ, എന്റെ ഉമ്മയുടെ ബന്ധുക്കളെ പോയി കണ്ട് കുടുംബ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കച്ചവട ഇടപാട്, സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നവരാ നമ്മൾ. ആരുമായിട്ടെങ്കിലും ഒരു വാക്കിന്റെ പേരിൽ ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടോ? അഥവാ മുറിഞ്ഞ ബന്ധങ്ങളെ ചേർക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സമയവും സാഹചര്യവുമാണിത്. അതല്ലാതെ നമ്മൾ എത്രയെല്ലാം സൽക്കർമ്മം ചെയ്തെന്ന് പറഞ്ഞാലും അത് വെള്ളത്തിൽ വരച്ചതുപോലെയാ, ഒന്നും കാണൂല. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എത്രത്തോളം ബന്ധങ്ങൾക്ക് അല്ലാഹു പ്രാധാന്യത കൊടുക്കാനുള്ള കാരണം എന്താ? ബന്ധങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യത അല്ലാഹു കൊടുക്കാനുള്ള കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റിതര സൽക്കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞത്, അതിലെന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഒരുപക്ഷെ അല്ലാഹു പുറത്തു തരും. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കലുണ്ടപ്പോ ഒന്നുകിൽ നമസ്കാരത്തിന്റെ വീഴ്ചകളുടെ പേരിൽ, അതല്ലെങ്കിൽ മറ്റിതര സൽക്കർമ്മങ്ങളുടെ പേരിൽ അവനെ പിടിക്കപ്പെടുമ്പോ അല്ലാഹു കണ്ണടയ്ക്കും, കയറി പൊയ്ക്കോളാൻ പറയും. ഇൻശാഅ ഗഫറഹു വ ഇൻശാഅ അദ്ദബഹു. ഒന്നുകിൽ അല്ലാഹു അവനെ ശിക്ഷിക്കും, അതല്ലെങ്കിൽ അല്ലാഹു അവനെ പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ കർശന നിലപാട് അല്ലാഹു സ്വീകരിച്ചിട്ടുള്ള ഒരു മേഖല, ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിയമവും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിക്കാതെ കർശന നിലപാട് സ്വീകരിക്കും. അവൻ അല്ലാഹു പരാജയപ്പെടുത്തിയിരിക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അല്പസ്വല്പം കർമ്മങ്ങളിൽ പോരായ്മയുണ്ടെങ്കിൽ അല്ലാഹു അത് കണ്ണടച്ച് നമ്മളെ കയറ്റിവിടും. പക്ഷെ ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മൻ വസലനി വസലഹുല്ലാഹ്, ബന്ധങ്ങളെ ആര് കാത്തു സൂക്ഷിച്ചോ ഞാനും അവനുമായുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചു. ബന്ധങ്ങളെ ആരെങ്കിലും മുറിച്ചിട്ടുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം ഞാനും മുറിച്ചു എന്ന് അല്ലാഹു പറയുന്നതായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു എക്സ്ക്യൂസും കേൾക്കൂല, പൂർണ്ണമായി അല്ലാഹുവിനെ പരാജയപ്പെടുത്തുമെന്ന് നബി തങ്ങൾ പറഞ്ഞൊരു മേഖലയാണ് ഈ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ആരുമായിക്കൊള്ളട്ടെ, നമ്മളെക്കാൾ ഒരുപക്ഷെ കുടുംബ മഹിമ കുറഞ്ഞ ആളായിക്കൊള്ളട്ടെ, സമ്പത്ത് കുറഞ്ഞ ആളായിക്കൊള്ളട്ടെ, അവരുമായി സംസാരിക്കാനും സലാം പറയാനും കുശല വിശേഷങ്ങൾ അന്വേഷിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകണം. അപ്പൊ നമ്മൾ ചിന്തിക്കുക, എത്രത്തോളം ബന്ധങ്ങൾക്ക് അല്ലാഹു പ്രാധാന്യത കൊടുത്തത് എന്തിന്റെ പേരില്ല? ലോകത്ത് അല്ലാഹുവിന്റെ മുഴുവൻ തീരുമാനങ്ങളെയും പടച്ചവൻ ഈ ലോകത്തേക്ക് ഇറക്കുന്നത് ബന്ധങ്ങളിലൂടെയാണ്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നമ്മൾ ഇട്ടിരിക്കുന്ന എപ്പോഴും നമ്മോടൊപ്പം ഇഴുകിച്ചേർന്ന് കിടക്കുന്ന നമ്മുടെ വസ്ത്രം, ഈ വസ്ത്രത്തിന്റെ പിന്നിൽ എത്രയോ ആളുകളുടെ അധ്വാനമുണ്ട്, എത്രയോ ആളുകളുടെ കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടിനൊടുവിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന നഗ്നത മറയ്ക്കാനുള്ള നമ്മുടെ വസ്ത്രം. ഒരു വസ്ത്രത്തെ സംബന്ധിച്ച് അതിന്റെ അടിസ്ഥാന ഘടകം എന്നുള്ളത് നൂലാണ്. അതിന്റെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് നൂലാണ്. ആ നൂല് കിട്ടിയത് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളുടെ കരങ്ങളിലായിരിക്കാം. ആ നൂലിനെ നെയ്തെടുത്തത് വേറെ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളായിരിക്കാം. അതിനെ തുണിയാക്കി മാറ്റിയത് വേറെ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളായിരിക്കാം. അതിന് ചായം പൂശിയതും നിറം കൊടുത്തതും ഡിസൈൻ വർക്ക് ചെയ്തതും വേറൊരു വിഭാഗം ആളുകളായിരിക്കാം. അതിന്റെ ഫൈനൽ വർക്ക് ചെയ്തതും അതിനെ പാക്ക് ചെയ്തതും വിതരണം ചെയ്തതും വേറൊരു വിഭാഗം ആളുകളായിരിക്കാം. അവസാനം പൈസ കൊടുത്ത് വാങ്ങിക്കൽ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ചെറിയ വസ്ത്രത്തിന്റെ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഈ ലോകത്ത് ഒരു മനുഷ്യനെയും ആശ്രയിക്കാതെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. എത്ര പൈസയുണ്ട്, സമ്പത്തുണ്ട്, കഴിവുണ്ട്, മിടുക്കുണ്ടെന്ന് പറഞ്ഞാലും ഒരാളെ ആശ്രയിക്കാതെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യമായിക്കൊണ്ട് നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങൾ, അരികളായിരുന്നാലും ഗോതമ്പായിരുന്നാലും നെല്ലായിരുന്നാലും എത്രയോ ആളുകളുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങളിലുള്ള മുസ്ലിം അമുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളുടെ കഷ്ടപ്പാടിന്റെ അവസാനത്തെ ഫലമാണ് പൈസ കൊടുത്ത് നമ്മളത് വാങ്ങിച്ച് ഭക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ലോകത്ത് ബന്ധങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അർ റഹിമു, ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ശുജിനത്തും മിനർ റഹ്മാൻ, റഹ്മാൻ എന്ന പദത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ്. റഹിം എന്ന് പറഞ്ഞാൽ അറബി പദമാണ്, അതിന്റെ അർത്ഥം ബന്ധങ്ങൾ എന്നാണ്. ആ റഹിം എന്ന പദത്തെ പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് റഹ്മാൻ എന്ന പദത്തിൽ നിന്നാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ടാണ് കർമ്മങ്ങളിലുള്ള അല്പസ്വല്പ പോരായ്മകൾ അല്ലാഹു കണ്ണടയ്ക്കും, കയറി പോകാൻ പറയും. ബന്ധങ്ങളിൽ ഒരു അല്പം വിള്ളൽ സംഭവിച്ചാൽ പടച്ചവൻ പിടിച്ചു നിർത്തും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആരുമായും പിണങ്ങാൻ പാടില്ല, ആരുമായും പിണങ്ങാൻ പാടില്ല, ആരെയും വെറുപ്പിക്കാൻ പാടില്ല. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടങ്ങ് പോകും, അവന്റെ മനസ്സ് വേദനിച്ചോ ഇല്ലേ നമുക്കറിയൂല. അത് കാരണമായിട്ട് നബി തങ്ങൾ പഠിപ്പിക്കുകയാ, എത്ര സൽക്കർമ്മം ചെയ്തെന്ന് പറഞ്ഞാലും നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ അവൻ ആപതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ മനസ്സ് നമ്മൾ സന്തോഷിപ്പിച്ചു, നമ്മളതിന് വലിയ ഗൗരവമൊന്നും കൊടുത്തില്ല. ഒരു സമാധാനത്തിന്റെ, ഒരു രോഗിയായിട്ടുള്ള ആളിന്റെ അടുക്കൽപ്പെട്ട് സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞു, അള്ളാഹു എല്ലാം മാറ്റിത്തരും, നിന്റെ രോഗം ശിഫയാക്കാൻ, നീ പേടിക്കണ്ട, ടെൻഷനാകണ്ട എന്ന നല്ല വാക്ക് പറഞ്ഞിട്ട് അവനങ്ങ് പിരിഞ്ഞുപോയി. ഒരുപക്ഷെ അത് കാരണമായിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു അവനെ കൊണ്ടുപോകും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെയും മനസ്സ് നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ഈ റജബ് മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. എത്ര നമസ്കരിച്ചാലും തഹജ്ജുദിൽ കിടന്ന് കരഞ്ഞ് 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 പ്രാർത്ഥിച്ചാൽ പോലും കഅബയുടെ കഅബാലയം തകർക്കുന്നതിന് തുല്യമാണെന്ന് പോലും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു മുസ്ലിമിന്റെ മനസ്സ് വേദനിപ്പിക്കുക എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇളവും കൊടുക്കാത്ത മേഖലയാണ് ബന്ധങ്ങൾ തകർക്കൽ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ പരലോക ജീവിതം 2 രീതിയിലായി മാറുകയാണ്. 2 രീതിയിലായി മാറുകയാണ്. ബന്ധങ്ങൾ തകർത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സഞ്ചരിക്കുന്നത് ഫിർഔനിനോടൊപ്പമായിരിക്കും, ഹാമാനിന്റെയും ഖാറൂനിന്റെയും കൂട്ടത്തിലായിരിക്കും. ദുനിയാവിലെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഒരൊറ്റ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല നബി തങ്ങൾ പഠിപ്പിക്കുകയാ, വലം യസ്തജിബ് ദുആഹു, അവന്റെ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കില്ല. ബന്ധങ്ങൾ തകർത്തവന്റെ പ്രാർത്ഥന, സ്വന്തം സഹോദരിയുമായിട്ട് വർഷങ്ങളായി പിണങ്ങിക്കഴിയുകയാ, സ്വന്തം മകനുമായിട്ട് ഭാര്യയുമായിട്ട് വർഷങ്ങളായി പിണങ്ങിക്കഴിയുകയാ, സ്വന്തം മാതാപിതാക്കളുമായി വർഷങ്ങളായിട്ട് പിണങ്ങിക്കഴിയുകയാ. അവന്റെ സൽക്കർമ്മം മാത്രമല്ല, അവന്റെ ഒരു തസ്ബീഹ് പോലും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കണം, 1000 പേരിരിക്കുന്ന ഒരു സദസ്സിൽ നബി തങ്ങൾ പറയുകയാ, 1000 പേര് 10,000 പേരിരിക്കുന്ന ഒരു വലിയ സദസ്സിൽ ഒരു കുടുംബ ബന്ധം മുറിച്ചവൻ, ഒരു ബന്ധം തകർത്തവൻ ഉണ്ടെങ്കിൽ ആ സദസ്സിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന റഹ്മത, തീർച്ചയായും കാരുണ്യം, തീർച്ചയായിട്ടും കാരുണ്യം, ലാ തൻസിലു, അത് ഇറങ്ങില്ല, അലാ ഖൗമിൻ, ഒരു ജനതയുടെ അടുക്കൽ, ഫീഹിം, ആ ജനതയിലുണ്ട്, ഖാത്തിഉ റഹ്മിൻ, ബന്ധങ്ങൾ മുറിച്ചവനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഗൗരവമുള്ള കാര്യമായതിന്റെ പേരില കടുപ്പത്തിൽ പറയുന്നത്. നമ്മൾ നമസ്കരിക്കും, ദിക്റാണ്, ദുആയാണ്, സദഖയാണ് ഒക്കെയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാ. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, ഇബ്ലീസുമായിട്ട് അള്ളാഹു പിണങ്ങേണ്ടി വന്ന എന്തിനാ? ഇബ്ലീസുമായിട്ട് അള്ളാഹു പിണങ്ങേണ്ടി വന്നത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യാൻ അനുസരിക്കാത്തതിന്റെ പേരിലല്ലേ? ഇബ്ലീസ് ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു, ജിന്നുകളുടെ നേതാവായിരുന്നു, മലക്കുകളുടെ നേതാവായിരുന്നു. എന്നാൽ അള്ളാഹുവുമായിട്ട് പിണങ്ങേണ്ടി വന്ന, ലഅനത്ത് ചെയ്ത, ശാപപ്രാർത്ഥന നടത്തിയ സാഹചര്യം ഒരു വിശ്വാസിയെ, ഒരു മനുഷ്യനെ ബഹുമാനിക്കാത്തതിന്റെ പേരില. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാവരും സുജൂദ് ചെയ്തു, പിശാച് മാത്രം സുജൂദ് ചെയ്തില്ല. ഒരാളെ ആദരിക്കാത്തതിന്റെ പേരിൽ അള്ളാഹുവിനെ ലഅനത്ത് ചെയ്തു, ശാപപ്രാർത്ഥന ചെയ്തു എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. ഒരു മനുഷ്യനെയും നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല. നമ്മുടെ സംസാരം കൊണ്ടായിരുന്നാലും പ്രവർത്തനം കൊണ്ടായിരുന്നാലും, നമ്മളെ കൊണ്ട് എത്ര താഴ്ന്ന ആളായിക്കൊള്ളട്ടെ. നബി തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു സദസ്സിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ ഇരിക്കുകയാണ്. ഒരുപാട് സഹാബാക്കൾ അടുത്തടുത്തിരിപ്പുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഈ സദസ്സിൽ ബന്ധം മുറിച്ചവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോകണം, ഇവിടെ ഇരിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മൾ ചിന്തിക്കണം, ഈ 2025 കഴിഞ്ഞു, മനസ്സിൽ കൈവച്ചിട്ടൊന്ന് ചിന്തിക്ക്, എന്റെ സംസാരം കാരണം ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? എന്റെ ബന്ധത്തിൽ, എന്റെ മക്കൾക്ക്, എന്റെ ഭാര്യയ്ക്ക്,
എന്റെ കുടുംബത്തിൽപ്പെട്ട ഞാനുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആർക്കെങ്കിലും എന്റെ വിഷയത്തിൽ എന്റെ സംസാരം കൊണ്ട് അവർക്കൊരു വിഷമമുണ്ടായിട്ടുണ്ടോ? വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൊരുത്തം ചോദിക്കണം. റജബ് മാസമാണ്, അവന് പൊരുത്തപ്പെടാതെ അള്ളാഹു പൊറുത്തു തരില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സദസ്സിൽ ബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം, ഇവിടെ ഇരിക്കാൻ പാടില്ല. ഈ സമയത്ത് ഒരു യുവാവ് എഴുന്നേൽക്കുകയാണ്. സ്വന്തം വാപ്പയുടെ സഹോദരിയുമായിട്ട് വർഷങ്ങളായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന, സംസാരിക്കാതിരുന്നിരുന്ന നബിതങ്ങൾ പറഞ്ഞ വാചകം, നേരിട്ട് കണ്ടാൽ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും, പിണങ്ങിക്കഴിഞ്ഞ് സംസാരിക്കൂല, സലാം പറയൂല, കണ്ടാ മിണ്ടൂല, മുഖം തിരിച്ചു കളയും. ഈ രീതിയിൽ വാപ്പയുടെ സഹോദരിയുമായിട്ട് വർഷങ്ങളോളം പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു യുവാവ് സദസ്സിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ വാപ്പയുടെ സഹോദരിയുടെ അടുക്കൽ പൊരുത്തം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. വാപ്പയുടെ സഹോദരി ചോദിച്ചു, മോനെ നിനക്ക് എന്താ പറ്റിയത്? വർഷങ്ങളായി പിണങ്ങിക്കഴിഞ്ഞിരുന്നില്ലേ, ഇപ്പൊ എന്നിലേക്ക് നിന്നെ കൊണ്ടുവന്ന കാര്യം എന്താ? അദ്ദേഹം കാര്യം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലിരുന്നപ്പോ അദ്ദേഹം ബന്ധങ്ങൾ മുറിച്ച ആൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ പോയതാ. വാപ്പയുടെ സഹോദരി അദ്ദേഹത്തെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മോനെ, അബൂ ഹുറൈറ പറഞ്ഞതിന്റെ പിന്നിലെ രഹസ്യം ഇതായിരിക്കാം. വെള്ളിയാഴ്ച രാത്രി നടന്ന സദസ്സായിരുന്നു അത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അടിമകളാകുന്ന നാം ഓരോരുത്തരുടെയും സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവരും. ബന്ധങ്ങൾ മുറിച്ചവന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹു തട്ടിക്കളയും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടായിരിക്കാം അബൂ ഹുറൈറ നിന്നോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞത് എന്ന വാപ്പയുടെ സഹോദരി പറയുകയാണ്. പ്രിയമുള്ള നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കണം. ഈ ദുനിയാവിൽ വെച്ച് നമുക്കറിയാം, ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷയുള്ളത് ആഖിറത്തിലാണ്. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷയുള്ളത് ആഖിറത്തിലാണ്. ഒരു സൽക്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലമുള്ളതും ആഖിറത്തിലാണ്. പക്ഷേ ഒരു തെറ്റ് ചെയ്തിട്ട് ആഖിറത്തിൽ ശിക്ഷയുള്ളതിനോടൊപ്പം ദുനിയാവിലും ശിക്ഷയുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞ ഒരു പാപം ബന്ധങ്ങൾ മുറിച്ച് കളയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്രയ്ക്ക് ദേഷ്യമാണ് അല്ലാഹുവിന്. ചില ആളുകൾ പറയുന്ന വാചകം കേട്ട് നമ്മൾ ഭയപ്പെട്ടു പോകും. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരനിൽ നിന്ന് ഞാൻ കേട്ട വാചകമാ, എന്നോട് ഇന്ന് ബന്ധം മുറിച്ചവരോട് ഞാൻ ഇന്നലെ ബന്ധം മുറിച്ചിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരൻ, നമ്മൾ അടിമകളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ് നാം ഓരോരുത്തരും. ആരോട് വാശി കാണിക്കാൻ, ആരോട് ദേഷ്യം കാണിക്കാൻ തുച്ഛമായ കുറെ ദിനങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടും. ഏത് സുപ്രഭാതത്തിലും മരണമെന്ന മാലാഖയ്ക്ക്, മരണമെന്ന മഹാപ്രതിഭാസത്തിന് കീഴണം കണ്ടവരാണ് നാം ഓരോരുത്തരും. എന്നോട് ഇന്ന് ബന്ധം മുറിച്ചവരോട് ഞാൻ ഇന്നലെ ബന്ധം മുറിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവും ബന്ധം മുറിച്ച് കളയുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. എന്നോട് മിണ്ടിയാലേ ഞാൻ മിണ്ടു. ആരുടെ വാശിയാ വിജയിക്കുന്നതെന്ന് കാണാം. എന്റെ വാശിയാണോ അവന്റെ വാശിയാണോ വിജയിക്കുന്നതെന്ന് കാണാം. നമ്മൾ അടിമകളാണ്. വിജയത്വത്തോടുകൂടി, എളിമയോടുകൂടി, താഴ്മയോടുകൂടി, നമ്മുടെ മിടുക്ക് സാമർഥ്യം നമുക്ക് സ്വന്തമായി കിട്ടിയതല്ല, അള്ളാഹു നൽകിയതാ. ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു യഥാർത്ഥ അടിമയായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പരമാവധി എല്ലാ ബന്ധുക്കളുമായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, തഅല്ലമൂ മിൻ അൻസാബികും മാ തസിലൂന ബിഹി അർഹാമകും. ഇന്ന് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്, അനുഗ്രഹീത റജബ് മാസം കൂടിയാണ്. എല്ലാ സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മുടെ പക്കറ്റ് കളക്ഷനിൽ സഹകരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ രോഗങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളെല്ലാം അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി അതിൽ പങ്കുകൊള്ളുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹോദരൻ, അതുകൊണ്ട് റമദാൻ എത്തുന്നതിന് മുമ്പായി നമ്മുടെ ബന്ധങ്ങളെല്ലാം നമ്മൾ നന്നാക്കണം. ആരുമായിട്ടെങ്കിലും പിണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോകണം. ദിനങ്ങൾ പഠിപ്പിക്കുന്നല്ലോ, ഇങ്ങോട്ട് സംസാരിച്ചാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് സംസാരിക്കൂ. അതൊരു മുഅ്മിനിന് യോജിച്ചതല്ല. ലൈസൽ വാസിലു ബിൽ മുകാഫി, ബന്ധങ്ങൾ ചേർക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ബന്ധം മുറിക്കുമ്പോഴും ഒരുപക്ഷെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കിക്കളഞ്ഞാലും, ചീത്ത വിളിച്ചാലും, അസഭ്യം പറഞ്ഞാലും, ആക്ഷേപിച്ചാലും അങ്ങോട്ട് പോയി വലിഞ്ഞു കയറി മിണ്ടുന്നവനാണ് യഥാർത്ഥ കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ താഴ്ന്നു കൊടുക്കുക, വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകുക.
അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉന്നത പദവി ഉണ്ടാകും. ആദ്യം സലാം പറയുന്നവൻ ആരാണോ അവനാണ് ഉത്തമൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ അടുക്കൽ ഉത്തമൻ? റബ്ബിന്റെ അടുക്കൽ ഉത്തമൻ. ഒരുപക്ഷെ 10 ആള് കൂടിയിരിക്കുമ്പോ കണ്ടോ അവന്റെ വാശിയാണ് വാശി, അവനാണ് മിടുക്കുള്ളവൻ, സാമർത്ഥ്യമുള്ളവൻ. റബ്ബിന്റെ അടുക്കൽ നമ്മൾ വെറും 0 ആണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ട് പോയി സലാം പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ആഖിറത്തിൽ അള്ളാഹു ശിക്ഷിക്കുന്നതിനോടൊപ്പം ദുനിയാവിൽ പോലും അള്ളാഹു ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പാപം കുടുംബബന്ധം മുറിച്ചു കളയല. ഭാര്യയുമായിട്ട് പിണങ്ങിക്കഴിയുക, അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് പിണങ്ങിക്കഴിയുക ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ദുനിയാവിലെ അവസ്ഥയാണ്. ആഖിറത്തിലെ അവസ്ഥ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആഖിറത്തിലെ അവസ്ഥ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പരലോക ജീവിതം തുടങ്ങി. പരലോക ജീവിതം എപ്പോഴാണ് തുടങ്ങുന്നത്? ഏത് സമയത്തും തുടങ്ങാം, ഏത് സമയത്തും പരലോക ജീവിതം. റൂഹ് ഒന്ന് പിരിഞ്ഞാൽ പരലോക ജീവിതമായി. ഈ റൂഹിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ആരാവണം? അദാബിന്റെ മലക്കുകളാകണമോ കാരുണ്യത്തിന്റെ മലക്കുകളാകണമോ? നമ്മുടെ കുടുംബബന്ധം മുറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നത് അദാബിന്റെ മലക്കുകളാണെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. ഞാൻ മരണപ്പെട്ട എന്റെ റൂഹിനെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് കാരുണ്യത്തിന്റെ മലക്കുകളാകണമോ അതോ ശിക്ഷയുടെ മലക്ക്? നമ്മൾ ചിന്തിക്കണം. എത്ര നമ്മൾ 60 വർഷം ഇടതടവില്ലാതെ സുജൂദിൽ കിടന്നാലും ശരി, ബന്ധം മുറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നത് ശിക്ഷയുടെ മലക്കുകളാകുമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. ഒരു സാഹചര്യത്തിലും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തൂല, ഒരു ഇളവും അള്ളാഹു അവന് കൊടുക്കൂല. ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഇന്ന ഫീ ജഹന്നമ 4 ജുസൂരിൻ. ഈ ഹദീസ് ശ്രദ്ധിക്കണം. നരകത്തിൽ 4 പാലങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. കഅബ് റളിയല്ലാഹു അൻഹു പറയുക, ഇന്ന ഫീ ജഹന്നമ 4 ജുസൂരിൻ. നരകത്തിൽ 4 പാലങ്ങളുണ്ട്. 4 പാലം കടന്നിട്ട് വേണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. 4 പാലങ്ങൾ. ഈ 4 പാലങ്ങൾ 1, 2, 3, 4 കടന്നിട്ട് വേണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പുറം ഇപ്പുറം വേലിയുള്ള പാലങ്ങളല്ല, വെറും നൂൽപാലങ്ങളാണ്. വേലിയില്ലാത്ത നൂൽപാലങ്ങൾ. എങ്ങനെ ഒന്ന് മറിഞ്ഞാൽ നരകത്തിന്റെ കുണ്ടിലേക്കായിരിക്കും നമ്മൾ ആപത്തിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ മുകളിലൂടെ 4 പാലങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്ലാമിന്റെ പുറത്തു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ മുകളിൽ 4 പാലങ്ങളുണ്ട്. ഞാനും നിങ്ങളും ഈ 4 പാലം കടന്നിട്ട് വേണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. ആ 4 പാലങ്ങളിൽ ആദ്യത്തെ പാലത്തിൽ കുടുംബബന്ധം മുറിച്ചവനെ തടയപ്പെടും എന്ന് പണ്ഡിതന്മാര് കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആദ്യത്തെ പാലത്തിൽ കുടുംബബന്ധം മുറിച്ചവനെ തടയപ്പെടും. രണ്ടാമത്തെ പാലത്തിലേക്ക് അവന് പ്രവേശിക്കാൻ പറ്റൂല. എത്ര നിസ്കരിച്ചാലും ശരി, 10 ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ആദ്യത്തെ പാലത്തിൽ അവനെ തടഞ്ഞിരിക്കും. രണ്ടാമത്തെ പാലത്തിൽ കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത ആളുകളെ രണ്ടാമത്തെ പാലത്തിൽ തടഞ്ഞിരിക്കും. നമ്മൾ ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ സ്വന്തം മനസ്സിനെ ഒന്ന് വിചിന്തനം ചെയ്യണം. ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവനെ ആദ്യത്തെ പാലത്തിൽ തടയും. ഈ പാലം കടന്നിട്ട് വേണം ജന്നാത്തുൽ ഫിർദൗസും സ്വർഗീയ ആരാമങ്ങളും റബ്ബിന്റെ അനുഗ്രഹങ്ങളും ഒക്കെ. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മിന്നൽ പിണർ പോലെ ചില ആളുകൾ സഞ്ചരിച്ചു പോകും. വിശ്വാസികളാണവർ. കർമ്മങ്ങളിലൊക്കെ അല്പസ്വല്പം പോരായ്മകളുണ്ടെങ്കിലും ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച ആളുകൾ. അവർ അല്ലാഹുവിന്റെ അർശിന്റെ സിംഹാസനത്തിന് താഴെ പടച്ചവനുമായി സന്തോഷ സല്ലാപങ്ങളിൽ ഏർപ്പെടും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു എക്സ്ക്യൂസും പടച്ചവൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു മേഖലയാണ് ബന്ധങ്ങൾ മുറിച്ചു കളയുക എന്ന് പറയുന്നത്. ചില വാക്കുകൾ കേട്ടാൽ നമുക്ക് സങ്കടം വരും. റബ്ബിനെ ഭയമില്ല എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വാചകമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. നമ്മുടെ സംസാരങ്ങൾ പരമാവധി സൂക്ഷിക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇവിടെ നമസ്കരിക്കണമെന്നോ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യണമെന്നൊന്നും അല്ല പറഞ്ഞത്. അല്ലാഹുവിലും റസൂലിനും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവനവന്റെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളട്ടെ, ബന്ധങ്ങൾ നന്നാക്കിക്കൊള്ളട്ടെ. നരകത്തിന്റെ രണ്ടാമത്തെ പാലത്തിൽ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ആളുകളെ തടഞ്ഞു നിർത്തും. ഹത്താ യുഅദ്ദീഹ, ആ കടം അവൻ കൊടുത്തു വീട്ടുന്നത് വരെ. കടം വാങ്ങിച്ചിട്ട് കാര്യമായി പരിശ്രമിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചില്ല, അല്ലാഹു സഹായിക്കും. എന്നാൽ കടം വാങ്ങിച്ചിട്ട് തോന്നിയതുപോലെ അടിച്ചു പൊളിച്ച് കടയുകയാ, അതിനെ തിരിച്ചു കൊടുക്കാൻ ഒരു മാനസികാവസ്ഥയുമില്ല. രണ്ടാമത്തെ പാലത്തിൽ തടയും. മൂന്നാമത്തെ പാലത്തിലേക്ക് അവന് കയറാൻ പറ്റൂല. നരകത്തിന്റെ മൂന്നാമത്തെ പാലത്തിൽ
നരകത്തിന്റെ മുകളിലുള്ള സ്വർഗത്തിലേക്ക് പോകുന്ന ആ പാതയിലുള്ള മൂന്നാമത്തെ പാലത്തിൽ വഞ്ചന കാണിക്കുന്നവരെ തടഞ്ഞു നിർത്തും എന്ന് കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വഞ്ചന എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വഞ്ചിക്കുകയാ, പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൃത്യസമയത്ത് കൊടുക്കാതിരിക്കുകയാ, കച്ചവടം വഞ്ചനയോടുകൂടി നടത്തുകയാ, ആളുകളെ വഞ്ചിക്കുന്നവന് മൂന്നാമത്തെ പാലത്തിൽ തടയപ്പെടും. നാലാമത്തെ പാലമുണ്ടല്ലോ, ദ ഫൈനൽ പാലം, അവസാനത്തെ പാലം. ആ പാലത്തിലാണ് പടച്ചവന്റെ കാരുണ്യവും നീതിയും അരങ്ങേറുന്നത് എന്ന് ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവിടെ വെച്ച് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്താൽ നമുക്ക് കയറിപ്പോകാം, അവിടെ വെച്ച് അള്ളാഹു നീതി കാണിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. 3 വിഭാഗം ആളുകൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാളെ മഹ്ശറ വൻസഭയിൽ ഈ ദുനിയാവിലെ 1000 ദിവസങ്ങൾക്ക് സമാനമായിട്ടുള്ള മഹ്ശറ വൻസഭയിൽ ഒരൊറ്റ ദിവസം ഈ ദുനിയാവിലെ 1000 ദിവസങ്ങൾക്ക് തുല്യമാണ്. അവിടെ എല്ലാവരും ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ 3 വിഭാഗം ആളുകൾക്ക് ഒരു ടെൻഷനുമില്ല. അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹുവുമായി അവർ സന്തോഷ സല്ലാപങ്ങളിൽ ഏർപ്പെടും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ആദ്യത്തെ വിഭാഗത്തെ പറഞ്ഞത് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടവരാ. രണ്ടാമത്തെ വിഭാഗത്തെ നബി തങ്ങൾ പഠിപ്പിച്ചത് ബന്ധങ്ങൾ ചേർക്കുന്നവരാണ്. ബന്ധങ്ങളെ ചേർക്കുക. എന്നെ അടിച്ചാലും എന്നെ ആക്ഷേപിച്ചാലും ഞാൻ അവനെ നാളെ കണ്ടാലും സലാം പറയും. വിട്ടുവീഴ്ചയുടെ സ്വഭാവം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. നബി തങ്ങളെ എത്രയോ ആളുകൾ ഉപദ്രവിച്ചു, നബി തങ്ങളുടെ കോളറിൽ പിടിച്ച് അതിശക്തമായ നിലയിൽ പ്രഹരിച്ചില്ലേ, നബി തങ്ങളെ അടിച്ചില്ലേ, വാലത്തവൻ എന്ന് വിളിച്ചില്ലേ. എന്നാൽ കണ്ടാലും അല്ലാഹു റസൂൽ പിന്നെ കണ്ടാലും പുഞ്ചിരിച്ചു കാണിക്കും, സലാം പറയും, സ്നേഹം പ്രകടിപ്പിക്കും. ഈ നബിതങ്ങളുടെ ശൈലിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇങ്ങോട്ട് അടിച്ചാൽ ഞാൻ അങ്ങോട്ടും തിരിച്ചടിക്കുകയാ, ഇങ്ങോട്ട് ആക്ഷേപിച്ചാൽ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചും ആക്ഷേപിക്കുകയാ. ബന്ധങ്ങൾ തകർത്ത് കളയ. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര റമദാൻ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും റമദാൻ വരാൻ പോവുകയാ, ഷാബാനിലേക്ക് കയറാൻ പോവുകയാ. നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ നശിപ്പിച്ചാൽ നമ്മൾക്ക് എന്തെല്ലാം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ കാര്യം പറഞ്ഞത് അമാനത്തുകളെ സൂക്ഷിക്കുന്ന വിഷയമാണ്. അമാനത്തുകളെ സൂക്ഷിക്കുന്ന വിഷയം. വഴിയിലൂടെ നടന്നു പോയപ്പോൾ അന്യന്റെ പറമ്പിൽ ഒരു തേങ്ങ കിടക്കുകയാ. അവന്റെ അനുവാദമില്ലാതെ തേങ്ങ എടുത്തിട്ട് എന്റെ സഞ്ചിയിലിട്ട് വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാ. അവന്റെ അനുവാദമില്ലാതെ എടുത്തതിന്റെ പേരിൽ നരകത്തിൽ ഹാവിയ എന്ന് പറയുന്ന നരകത്തിന്റെ അടിത്തട്ടിൽ അവനാ എടുത്ത തേങ്ങ കാണുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഹൈഅത്തിഹാ യൗമ ദുഫിഅത് ഇലൈഹി. അവൻ എടുത്ത ദിവസം, എടുത്ത സമയം, എടുത്ത ഡേറ്റ്, എടുത്ത സാധനം അതെല്ലാം നരകത്തിന്റെ അടിത്തട്ടിലുണ്ടാകും. അതെടുത്ത് അവന്റെ മുകളിലേക്ക് തലയിലേക്ക് ചുമന്ന് ഫദന്ന അന്നഹു ഖാരിജുൻ. അവന് പിടിച്ച് കയറി പുറത്തേക്ക് വരാൻ പോകുന്ന സന്ദർഭത്തിൽ വീണ്ടും അവനെ എടുത്തെറിയും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. ഈ റജബ് മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച ആവർത്തിച്ച് പറയുകയാ, ഒരാളുമായിട്ടും ഒരു രീതിയിൽ 3 ഗുണങ്ങൾ നമുക്ക് വേണം. 3 ഗുണങ്ങൾ നമുക്ക് വേണം. ഒന്ന്, അള്ളാഹു നമുക്ക് നിയ്യത്ത് വെക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യനുമായി ഇൻഷാ അല്ലാഹ് ഞാൻ പിണങ്ങില്ല. ഒരാളുമായിട്ട് എന്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന മുതലാളി, തൊഴിലാളിയാകട്ടെ, എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാകട്ടെ, വാപ്പയുടെ സഹോദരൻ, ഉമ്മയുടെ സഹോദരൻ, എന്റെ മക്കൾ, കൊച്ചുമക്കൾ, പേരമക്കൾ, ആരുമായിക്കൊള്ളട്ടെ, ഒരാളുമായി ഞാൻ പിണങ്ങില്ല. അവൻ പൊരുത്തപ്പെട്ട് തരാതെ എന്റെ പരലോകം വിജയിക്കില്ല എന്നൊരു ചിന്ത എനിക്കുണ്ടാകണം. 2ാമത്തെ കാര്യം, മനുഷ്യൻ ആ സ്വാഭാവികമാ പിണക്കമുണ്ടായാൽ എത്രയും പെട്ടെന്ന് പൊരുത്തം ചോദിച്ചിരിക്കണം. അവന്റെ പൊരുത്തം ചോദിച്ചിരിക്കണം. 3ാമത്തെ കാര്യം, പ്രിയമുള്ള സഹോദരങ്ങളെ, ചില ആളുകൾ പൊരുത്തം ചോദിക്കാൻ വേണ്ടി നമ്മുടെ അടുക്കൽ വരുമ്പോ നിനക്ക് ഒരു പൊരുത്തവുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആട്ടിപ്പായിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ ഒരു പടച്ചവന്റെ തീരുമാനം എന്നുള്ളത്, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം 99 തിന്മ ചെയ്തിട്ട് 100ാമതൊരു നന്മ ചെയ്താൽ ആ 99 തിന്മകളെയും അല്ലാഹു മായ്ച്ചു കളയും. 99 തിന്മ ചെയ്തിട്ട് 100ാമതൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ 99 തിന്മകളെയും അല്ലാഹു മായ്ച്ച് 100ാമത്തെ നന്മ അല്ലാഹു സ്വീകരിച്ച് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളോട് ആരെങ്കിലും വന്ന് പൊരുത്തം ചോദിച്ചാൽ നമ്മുടെ എത്ര പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നു. എത്രയോ കടുത്ത പാപങ്ങൾ. നമ്മൾ ലഹരി ഉപയോഗിച്ചിട്ടില്ലേ? നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ടിട്ടില്ലേ? നമ്മൾ വഞ്ചന കാണിച്ചിട്ടില്ലേ? കൃത്യമായി നമസ്കരിച്ചിട്ടുണ്ടോ? എത്രയോ പാപങ്ങൾ നമുക്ക് നമ്മുടെ റബ്ബ് പുറത്തു തരുന്നു. ഒരു അടിമയ്ക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ അവന്റെ കടത്തിന്റെ വിഷയത്തിൽ ഒന്ന് ഇളവ് ചെയ്തു കൊടുക്കുക. മുതലാളി തൊഴിലാളിയുടെ വിഷയത്തിൽ കുറച്ച് സമയമൊന്ന് ഇളവ് ചെയ്തു കൊടുക്കുകയാ. ഇങ്ങനെ ഇളവ് ചെയ്തു കൊടുത്തില്ലെങ്കിൽ റബ്ബ് നമ്മളോട് ഇളവ് കാണിക്കേണ്ട സഹോദരങ്ങളെ. പ്രിയമുള്ള എല്ലാവരും ഇൻഷാ അല്ലാഹ് അടിമകളുടെ വിഷയത്തിൽ, സഹോദരങ്ങളുടെ വിഷയത്തിലുള്ള കടമകൾ അതിനെ പൂർത്തിയാക്കണം.
പ്രത്യേകിച്ച് റജബ് മാസത്തിൽ നമ്മൾ ഇത് പൂർണ്ണമായി അനുസരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് 2 മിനിറ്റ് കൂടുതൽ എടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഈ മസ്ജിദിലെന്നല്ല, അനേകം മസ്ജിദുകളിൽ കസേരയിലുള്ള നമസ്കാരക്കാർ കൂടുകയാണ്. നമ്മുടെ കസേരയിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളെല്ലാം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. കാലിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, നടുവിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, പ്രായം ചെന്നവരുണ്ട്. അല്ലാഹു അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇതിന്റെ ഗൗരവം ഒരു ഇമാം എന്നുള്ള നിലയിൽ ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക. എല്ലാവരും ശ്രദ്ധിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ 63-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. കാലിൽ നീര് കെട്ടത്തക്ക നിലയിൽ നിന്ന് നമസ്കരിച്ചു എന്നാണ്. കസേരയിരുന്ന് നമസ്കരിക്കുന്നവരുടെ നമസ്കാരം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊരു തേങ്ങൽ ഉണ്ടാകണം. നമ്മുടെ കൂട്ടത്തിൽ സഫിൽ നമസ്കരിക്കുന്ന എത്രയോ ആളുകൾ അവർ നിന്ന് നമസ്കരിക്കുന്നു. നമുക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? അവർ തനതായ ശൈലികൾ റുക്കൂ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. നമുക്കത് സാധിക്കുന്നുണ്ടോ? ഈ ഒരു വിഷമം തേട്ടം നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോഴാ അള്ളാഹു സ്വീകരിക്കുന്നത്. പണ്ഡിതന്മാര് പറയുകയാ, അകാരണമായിട്ട് കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകളുടെ നമസ്കാരം സ്വീകരിക്കില്ല എന്ന് പണ്ഡിതന്മാര്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഹദീസ് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. ഒരു വ്യക്തിയെ കണ്ടു, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എത്ര വർഷമായി നമസ്കരിക്കുന്നു? 40 സന, 40 വർഷമായിട്ട് ഞാൻ നമസ്കരിക്കുകയാ. തലയിൽ കൈവച്ചുകൊണ്ട് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അക്ബർ, മാ സല്ലൈത മുൻദു 40 സന, 40 വർഷമായിട്ട് നിങ്ങൾ നമസ്കരിച്ചിട്ടില്ല. മര്യാദയ്ക്ക് മടക്കി നിസ്കരിക്കാൻ പറഞ്ഞു. പ്രിയമുള്ള സഹോദര, ഫർദ് നമസ്കാരം സുഹർ, അസർ, മഗ്രിബ്, ഇശ ആരെയും വെറുപ്പിക്കാൻ വേണ്ടി, വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തരിക എന്നുള്ളത് ഇമാം എന്നുള്ളതിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. കസേരയിൽ അകാരണമായി ഇരുന്ന് നമസ്കരിക്കുന്നെങ്കിൽ ഫർദ് നമസ്കാരം, ആ നമസ്കാരം മടക്കി നിർവഹിക്കണം. അല്ലാഹു സ്വീകരിക്കില്ല. സുന്നത്ത് നമസ്കാരമാണെന്നുണ്ടെങ്കിൽ അതിന്റെ നേർ പകുതി കൂലിയെ കിട്ടുകയുള്ളൂ. നിന്ന് നമസ്കരിക്കുന്നവന് 100% ഇരുന്ന് നമസ്കരിക്കുന്നവന് കൃത്യം 50% കൂലിയെ കിട്ടുകയുള്ളൂ എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കും. നമ്മൾ ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കണം. എത്രയോ ആളുകൾ എത്ര ബുദ്ധിമുട്ടിയിട്ട് നമുക്ക് ഇരുന്ന് നമസ്കരിക്കാൻ കുഴപ്പമില്ല. ഇരുന്ന് നമസ്കരിക്കും. ഒരാൾക്ക് നിൽക്കാനും നടക്കാനും പറ്റും. റുക്കൂഉം സുജൂദും ഒന്നും പറ്റില്ല. കസേര ഇരുന്ന് നമസ്കരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ചില ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നേരെ വരികയാ, കാറും ഓടിച്ച് നടന്ന് ഓടിക്കൊണ്ട് വന്ന് കസേര ഇരുന്ന് നമസ്കരിക്കുമ്പോ നമസ്കാരം ശരിയാകുമ്പോ സഹോദരൻ, ഒരിക്കലും നമസ്കാരം ശരിയാകൂല. റുക്കൂഇനും സുജൂദിനുമൊക്കെ കഴിവുണ്ട്, നിൽക്കാൻ കഴിവില്ല. അയാൾ കസേരയിലല്ലേ ഇരിക്കുന്നത്, താഴെ ഇരുന്ന് നമസ്കരിക്കണം. ഏറ്റവും കൂടുതൽ അടിമത്വവും വിധേയത്വവും എളിമത്വവും ഉണ്ടാകുന്നത് കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുന്നില്ല. താഴെ ശിവനയ്ക്ക് നേരെ താഴെ നീട്ടിയാലും കുഴപ്പമില്ല, താഴെ ഇരുന്ന് നമസ്കരിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ പ്രാധാന്യത. നമസ്കാരമല്ലേ, അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ്. അള്ളാഹു കസേരയിരിക്കും, നമ്മളും കസേരയിരിക്കുക. ശരിയാകുമോ? അള്ളാഹു കസേരയിരിക്കുമ്പോൾ നമ്മൾ താഴെ ഇരിക്കണം. നമ്മുടെ വാപ്പ കസേരയിരിക്കുമ്പോൾ നമ്മൾ താഴെയല്ലേ ഇരിക്കേണ്ടത്. വാപ്പയോടൊത്ത് കസേരയോട് ചേർന്നിരുന്ന നമസ്കാരം ശരിയാകൂല എന്നതുപോലെ അടിമത്വവും വിധേയത്വവും എളിമത്വവും അതുണ്ടാകണമെങ്കിൽ അതിന്റെ മഹത്വം പാലിച്ചുകൊണ്ട് എല്ലാ സഹോദരങ്ങളും നിയത്ത് വെക്ക്. പരമാവധി നമ്മുടെ മനസ്സിൽ തേങ്ങലുണ്ടാകണം. എനിക്ക് നിന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നില്ലല്ലോ അല്ലാഹുവേ, എനിക്ക് റുക്കൂഉം സുജൂദും പറ്റുന്നില്ലല്ലോ അല്ലാഹുവേ. ഈ വിങ്ങൽ അല്ലാഹു കാണണം. പരമാവധി നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നിൽക്കുക. റുക്കൂഇന്റെ സമയം വരുമ്പോൾ, സുജൂദിന്റെ സമയം വരുമ്പോൾ കാര്യമായ കസേരയിൽ നിന്ന് ഇരിക്കാതെ ഒന്ന് പെട്ടെന്ന് ഇരുന്ന് സുജൂദും റുക്കൂഉം കഴിഞ്ഞ് എഴുന്നേൽക്കുക. അതിന്റെ ഗൗരവത്തോടുകൂടി നമുക്ക് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ വിഷമങ്ങൾ, പ്രതിസന്ധികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരേക്കും നിന്നുകൊണ്ട് നമസ്കരിച്ച് നബി തങ്ങൾ നമസ്കരിച്ചതുപോലെ മരണം വരെയും നിന്നുകൊണ്ട് നമസ്കരിച്ച് റുക്കൂഉം സുജൂദും എല്ലാം തനതായ ശൈലിയിൽ നിർവഹിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, 1-2 ദുആ വസിയത്തുകൾ ഉള്ളത്. 2 ദിവസം മുമ്പ് നമ്മുടെ നോബൽ നാസർ സാഹിബിന്റെ ഉമ്മ മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയ്ക്ക് പരിപൂർണമായ മഗ്ഫിറത്ത് റഹ്മത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോക ജീവിതം സന്തോഷത്തിനാക്കി കൊടുക്കുമാറാകട്ടെ. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബാദികളോടൊപ്പം സ്വർഗ്ഗത്തിൽ വസിക്കുവാൻ അല്ലാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇന്നലെ വാഹനാപകടത്തിൽ മരണപ്പെട്ട പൂന്തറ കബീർ സാഹിബിന്റെ മകൻ ഷഫാത്തി 24 വയസ്സ്, പൂന്തറ നൌഷാദ് സാഹിബിന്റെ മകൻ അബ്ബാസ് 20 വയസ്സ് ആക്സിഡന്റിൽ മരണപ്പെടുകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ മഗ്ഫിറത്ത് റഹ്മത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങളെ, ഈ അടുത്ത സമയത്ത് ഒരു സഹോദരൻ മരണപ്പെട്ടു. വാപ്പയുമായിട്ട് വർഷങ്ങളായി പിണങ്ങി കഴിയുകയാണ്. മരണപ്പെടുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വാപ്പയുമായി കണ്ട് സലാം പറഞ്ഞു. നേരെ പോയി ആക്സിഡന്റിൽ മരണപ്പെടുകയാണ്. നമ്മുടെ ബന്ധങ്ങളാണ് ഇന്നത്തെ ജുമായുടെ വിഷയം. എല്ലാവരും ഇൻഷാ അല്ലാഹ്, നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, വാപ്പയുടെ സഹോദരിമാർ, ഉമ്മയുടെ സഹോദരിമാർ, റമദാനിന് മുമ്പ് പരമാവധി എല്ലാവരെയും പോയി കണ്ട് ബന്ധങ്ങൾ നന്നാക്കിയ നമ്മൾ ഇരു ലോകത്തും രക്ഷപ്പെടും. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആയുസ് നീട്ടിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ആയുസ് നീട്ടിക്കിട്ടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാതെ വേറെ ഒരു കാര്യം അല്ലാഹു റസൂൽ പറഞ്ഞില്ല. നിസ്കരിക്കണമെന്ന് ദിക്ർ ചെയ്യണമെന്ന് ഒന്നും പറഞ്ഞില്ല. കുടുംബ ബന്ധം ചേർത്ത് ഇടയ്ക്കിടെ അവരെയൊക്കെ പോയി കണ്ട് എന്തെങ്കിലുമൊക്കെ ഹദിയകളൊക്കെ കൊടുക്കുമ്പോൾ 55 വയസ്സ് വരെ ജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനം 90 കൊണ്ട് അള്ളാഹു നിർത്തും. നബി തങ്ങളുടെ ഹദീസാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു ദുആ വസിയത്തുള്ളത്, നമ്മുടെ മജീദ് സാഹിബ് മസ്ജിദിന്റെ സമീപം സ്വർണ്ണക്കട നടത്തുന്ന അബ്ദുൽ മജീദ് സാഹിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സർജറി എല്ലാം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അടിയന്തരമായിട്ട് ബൈപ്പാസ് സർജറിക്ക് അദ്ദേഹം വിധേയനായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസുകളുടെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ അനുഗ്രഹീതമായ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന്റെ സർജറി എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവന്റെ പ്രത്യേക സംരക്ഷണം അല്ലാഹു ഏർപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. മുഴുവൻ വിഷമസ്ഥിതികളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ബന്ധങ്ങൾ കാര്യമായി ചേർക്കാനും എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.